പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ് ഇസ്ലാം മത വിശ്വാസികൾ. സംസ്ഥാനത്തുടനീളം പള്ളികളും മദ്രസകളും ഒക്കെ കേന്ദ്രീകരിച്ച് നബിദിന റാലികളും പ്രാർത്ഥനാ സദസ്സുകളും നടക്കുകയാണ്. കോഴിക്കോട് നിന്ന് ബെൻസൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബെൻസൺ, പള്ളികളിലൊക്കെ ഇപ്പോഴും പ്രാർത്ഥനകൾ നടക്കുകയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു അവിടെ റാലി നടക്കാൻ തോന്നുന്നു അല്ലേ, നബിദിന റാലി? അതേ സേതുലക്ഷ്മി, ഉത്രാട ദിനത്തിൽ തന്നെയാണ് ഇത്തവണ നബിദിനവും ഉള്ളത്. അപ്പോൾ വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് പലയിടങ്ങളിലും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിലാണ്. ഇവിടെ ടൗൺ ഏരിയ സുന്നി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മീലാദ് റാലിയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള കുട്ടികൾ, അതോടൊപ്പം മുതിർന്നവരുൾപ്പെടെ ഈ ഒരു ചടങ്ങിൽ അല്ലെങ്കിൽ ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. വർണ്ണാഭമായിട്ടുള്ള രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ചും പല രീതിയിൽ മറ്റ് ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പാട്ടുപാടിയെല്ലാം തന്നെയാണ് ഈ മീലാദ് റാലി മുൻപോട്ട് പോകുന്നത്. ഇതിപ്പോൾ രാവിലെ പ്രത്യേകമായ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു, പള്ളികളിൽ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ റാലി ഉൾപ്പെടെ നടക്കുക. വൈകുന്നേരമാകുമ്പോൾ ഈ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വിപുലമായിട്ടുള്ള ചടങ്ങുകൾ ഉണ്ടാകും, കലാപരിപാടികൾ ഉണ്ടാകും, തുടർന്ന് ബന്ധുവീടുകളുടെ സന്ദർശനം ഉണ്ടാകും. അങ്ങനെ ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ ഈ ദിനം ആചരിക്കുകയാണ് വിശ്വാസികൾ ചെയ്യുന്നത്. നേരത്തെ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ മുഹമ്മദ് നബിയുടെ 1501 ജന്മദിനമാണ് വിശ്വാസികൾ ഇങ്ങനെ ആഘോഷമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉത്രാട ദിനത്തിൽ തന്നെയാണ് ഇത്തവണ നബിദിനം എന്നുള്ളത് കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിപുലമായിട്ടുള്ള രീതിയിലാണ് ഈ ആഘോഷ ചടങ്ങുകൾ നടക്കുന്നത്. അത് മാത്രമല്ല, പലയിടങ്ങളിൽ നിന്നും ഈ നബിദിന റാലിയിൽ ഓണത്തപ്പൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പല ഇടങ്ങളിൽ നിന്നും കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ മത സാമുദായിക രംഗത്തെ നിരവധി പ്രമുഖരും ഈ ചടങ്ങുകളിലെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഈ റാലിയുടെ ഉദ്ഘാടന ചടങ്ങിൽ മേയർ ഒ സദാശിവൻ അടക്കമുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത്. അങ്ങനെ ജാതിമത ഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്ന സന്തോഷം നൽകുന്ന ചടങ്ങുകളായി ഇത് മാറുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഹമ്മദ് നബിയുടെ 1501 ജന്മദിനമാണ് വിശ്വാസികൾ ഇങ്ങനെ ആഘോഷമാക്കുന്നത്. അത് ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ ആഘോഷമാക്കുകയാണ് ഇതാ കുട്ടികൾ ഉൾപ്പെടെ ഇപ്പോൾ. സേതുലക്ഷ്മി. ഓക്കെ ബെൻസൺ,